ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ മത്തി വാളംപുളി ചേർത്ത് വറ്റിച്ചെടുത്തതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഈ വിഭവം എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെക്കാം. ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം അധികം ഏറരുത് കേട്ടോ. ഒരു 1/2 കപ്പൊക്കെ മതി, 1/2 മുതൽ 1/4 കപ്പ് മതിയാകും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ തിളപ്പിച്ച് മാറ്റി വച്ചിരിക്കുന്ന കുരുമുളക് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി ജാറിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് കുറച്ച് ചൂടുണ്ടായിരുന്നു. ചൂടാറിയതിന് ശേഷമാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് 2 തക്കാളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം അരയ്ക്കുമ്പോൾ തക്കാളി ചേർക്കരുത്, കുരുമുളക് അരഞ്ഞു കിട്ടില്ല. കുരുമുളക് നന്നായി അരഞ്ഞതിന് ശേഷം വേണം തക്കാളി ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കാൻ. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് അധികം വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒന്ന് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വേറെ വെള്ളം ചേർക്കുന്നില്ല. പുളിവെള്ളവും പിന്നെ നമ്മൾ കുരുമുളക് അരച്ചു വച്ചിരിക്കുന്ന വെള്ളം മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഒരു സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ശക്തിയായിട്ട് ഇളക്കരുത് കേട്ടോ, മീനൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു പോകും. ഇനി ഇത് മൂടി വെച്ച് 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചുഴച്ചിയെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ അല്പം ചാറോട് കൂടിയിട്ടാണ് ഞാനിവിടെ മീൻ വറ്റിച്ചെടുത്തിരിക്കുന്നത്. ഈ ടൈമിൽ തീ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. ചട്ടി ആയതുകൊണ്ടാണ് ഇത് തിളച്ച് മറിയുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ ഈ മീൻ വറ്റിച്ചെടുത്തത്. മത്തിയാണെങ്കിലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇടത്തരം മത്തിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മത്തി വറ്റിച്ചെടുത്തത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ലഭിക്കുക. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.